പി വി അൻവറിന് കുരുക്കുമുറുക്കുകയാണ്. CPM MLA കക്കാടംപൊയിലെ പാർക്കിലെ അനധികൃത തടയണ പൊളിക്കാൻ കൂടരഞ്ഞി പഞ്ചായത്ത് നീക്കം തുടങ്ങി. റീടെൻഡർ ക്ഷണിക്കാൻ ഭരണസമിതി യോഗം തീരുമാനിച്ചു. ഹൈക്കോടതി ഉത്തരവിട്ട് 8 മാസങ്ങൾക്ക് ശേഷമാണ് നടപടി. ഇനി തനിക്കെതിരായ നടപടിക്ക് വേഗം കൂടുമെന്ന് പി വി അൻവർ പ്രതികരിച്ചു. എന്ത് നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നു നോക്കട്ടെ. കാരണം എല്ലാം കഴിഞ്ഞ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വന്ന് കഴിഞ്ഞ 7-8 വർഷത്തെ എന്താ പറയുക നിയമ പോരാട്ടവും ടെക്നിക്കൽ പോരാട്ടവും കഴിഞ്ഞ് ഫൈനൽ ചെയ്ത് ആ വർക്ക്, അതായത് അവിടെ റീറ്റെയിനിങ് വാൾ കെട്ടാൻ വേണ്ടിയിട്ടാണ് GSI പറഞ്ഞിരിക്കുന്നത്, റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. പി വി അൻവറിൻ്റെ കക്കാടംപൊയിലെ പാർക്ക് ഡിസാസ്റ്റർ മേഖലയിലല്ല. പക്ഷേ അവിടെ റോഡിൽ കുറച്ച് റീറ്റെയിൻ വാൾ കെട്ടണം. അവിടെ നമ്മുടെ വേവ് പൂളുണ്ട്, ആ സ്ഥലത്തൊരു 30 മീറ്റർ റീറ്റെയിൻ വാൾ കെട്ടണം. ഇതാണ് ആകെയുള്ള സജഷൻ. അത് ഇപ്പോൾ NIT ഡിസൈൻ ചെയ്ത് കൊടുത്ത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് അപ്രൂവൽ ചെയ്തിട്ട് CM-ന് കൊടുത്തിരിക്കുകയാണ്. CM ഒന്ന് വരച്ചാൽ ഈ സാധനം ഇവിടെ എത്തും. വരക്കൂടെ നമുക്ക് നോക്കാം. ശരത് SS വിവരങ്ങളുമായി. ശരത്, ഇപ്പോൾ നിലവിൽ കക്കാടംപൊയിലുമായി ബന്ധപ്പെട്ടുള്ള കോടതി ഉത്തരവ് അൻവറിനെതിരെയല്ലേ? നിലവിലിപ്പോഴും കക്കാടംപൊയിൽ ഇത്തരത്തിൽ PVR നാച്ചുറൽ റിസോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കോടതി ഉത്തരവ് അൻവറിനെതിരെയാണ്. അതായത് ഈ റിസോർട്ടിലുണ്ടായിരുന്ന കാട്ടരുവി തടഞ്ഞുള്ള നിർമ്മിതികൾ പൊളിച്ചു നീക്കണമെന്നുള്ളതായിരുന്നു കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ ശ്രദ്ധേയമാകുന്നത് ഈ ഉത്തരവ് വന്നിട്ട്, അതായത് ജനുവരി 31-നാണ് ഈ ഉത്തരവ് വരുന്നത്. പക്ഷേ ഇത്രയും കാലം ഇത് പൊളിച്ചു നീക്കുന്ന നടപടികളിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. നിലവിൽ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് പൊളിച്ചു നീക്കുന്ന നടപടികളിലേക്ക് CPM നേതൃത്വം നൽകുന്ന ഭരണസമിതിയുള്ള കൂടരഞ്ഞി പഞ്ചായത്ത് നടപടികൾ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നിലവിൽ ഈ നിർമ്മിതികൾ പൊളിച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ടെൻഡർ ക്ഷണിക്കാൻ പഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ. അതായത് നിലവിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ അതിൽ ചില താല്പര്യങ്ങൾ കൂടി ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഈ ഉത്തരവ് നേരത്തെ തന്നെയുള്ളതാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ 8 മാസം മുൻപാണ് ഹൈക്കോടതിയുടെ ഈ ഒരു ഉത്തരവ് വരുന്നത്. പക്ഷേ ഇത്രയും കാലം അത് പൊളിച്ചു നീക്കുന്ന നടപടി ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ജൂലൈ 25-ന് ഇത്തരത്തിൽ ജില്ലാ കളക്ടറും ഈ പ്രകൃതി ദുരന്തം ഉൾപ്പെടെയുള്ള മഴയുടെ സാഹചര്യം കൂടി കണക്കിലെടുത്ത് ജില്ലാ കളക്ടറും 1 മാസത്തിനകം ഇത്തരം നിർമ്മിതികൾ പൊളിച്ചു നീക്കണമെന്ന് ഉടമകളെ അറിയിക്കുകയും പിന്നീട് പഞ്ചായത്തുമായി ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 1 മാസത്തിന് ശേഷം ഇപ്പോൾ നമുക്കറിയാം ജൂലൈ 25-നായിരുന്നു ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഓഗസ്റ്റ് 25-ആയിട്ടും ഇത് പൊളിച്ചു നീക്കുന്ന നടപടികളിലേക്ക് നീങ്ങിയില്ല. ഈ ഒരു സാഹചര്യത്തിൽ ആ സമയം കൂടി കഴിയുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ നിർമ്മിതികൾ പൊളിച്ചു നീക്കുന്ന നടപടികൾ പഞ്ചായത്ത് ആരംഭിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ റീടെൻഡറിന് ക്ഷണിച്ചിരിക്കുകയാണ് പഞ്ചായത്ത്.